തനിക്ക് മഹിമയോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? ഒരു തെളിവില്ലാതെ രണ്ടാം തവണയാണല്ലോ ഇവളെ അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അറസ്റ്റ് ചെയ്തിട്ടില്ല സർ. ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് കൊണ്ടുവന്നത്. അതിനെന്താ കുഴപ്പം? ഇങ്ങനെ ഈ കുട്ടിയെ മാസത്തിൽ ഇത്ര തവണ സ്റ്റേഷനിൽ കയറ്റണമെന്ന് എന്തെങ്കിലും നേർച്ച താൻ എടുത്തിട്ടുണ്ടോ? ഇവൾക്കോ ബോധമില്ല. നീ എന്തിനാ മോളെ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നേ? ചേച്ചിക്ക് ഞാനാണ് അത് ചെയ്തതെന്ന് സംശയമുണ്ട്. സംശയമല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. വേറെ ആരും അങ്ങനെ ചെയ്യില്ല. ദാ, ഇവളുടെ ചേച്ചി തന്നെ പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം തോന്നിയതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിൽ എന്താ കുഴപ്പം? താൻ ഇവളെ കൊണ്ടുവന്നത് കോളേജിൽ നിന്നല്ലേ? അവിടുത്തെ വിദ്യാർത്ഥികളെങ്ങാനും നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ഗുരുതരായനെ. സാർ, വക്കീലേ, കേസെടുത്തോ സാറേ? ഏയ്, വെറുതെ ചോദ്യം ചെയ്യാൻ വിളിച്ചതാ. ഏതാ, ഞാൻ മഹിമയെ കൊണ്ടുപോയിക്കോട്ടെ? ആയിക്കോട്ടെ. നീ സന്തോഷിക്കൊന്നും വേണ്ട. ഇതിന്റെ പിറകിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. എന്നാ കണ്ടുപിടിക്കേ. അത് ഞാനല്ല. നീ അല്ലെങ്കിൽ പിന്നെ ആരാ? ഞാനാണേ. ഞാനാണ് ഗോപാൽജിയുടെ പേരിന്റെ മുകളിൽ കരുതി അയച്ചത്. എന്തിന്? എനിക്ക് അയാളെ കണ്ണെടുത്താ കണ്ടൂടാ, അതാ. എന്നെ സെല്ലിട്ടേക്ക് സാറേ. നീ എന്തിനാ ഗോപാലിനെതിരെ നിൽക്കുന്നേ? സാറേ, ഒരു മിനിറ്റ്. ആ, ഓക്കെ. എങ്ങനെയുണ്ട്? നീയല്ലേ പറഞ്ഞത് കോളേജിൽ എല്ലാവരും എന്നെ വെറുക്കുമെന്ന്? ഞാനിപ്പൊ പതുക്കെ അവിടെ ഒരു കൂട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാ ഈ കരിപൂശല്. നിനക്ക് ജയിലിൽ കിടന്ന നല്ല ശീലമുള്ളതല്ലേ? സെല്ലിൽ കിടക്കാൻ ബുദ്ധിമുട്ട് കാണില്ല. അതിന് ഞാനിന്ന് സെല്ലിൽ കിടക്കാനൊന്നും പോകുന്നില്ല വക്കീലേ. ചെറിയ കേസല്ലേ, എന്റെ വക്കീലിപ്പോ തന്നെ വരും. പോരാത്തതിനെ ഗോപാൽജിക്ക് പരാതി ഒന്നും ഉണ്ടാവില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി കളിക്കാനുള്ള കളികളെല്ലാം കളിക്കും. ക്യാമ്പസ് ആരുടെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് കാണാം. മഹിമേ, വാ. വാടങ്ങോട്ടെ.